ശ്രീ ബി ഗോപാലകൃഷ്ണൻ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഭീകരാക്രമണമാണ് പഹൽഗാമിലുണ്ടായത്. പക്ഷേ ആ ഭീകരാക്രമണത്തെ അപലപിക്കുന്നതോടൊപ്പം തന്നെ അങ്ങേയറ്റം നിർഭാഗ്യകരമായ ചില രാഷ്ട്രീയ പരാമർശങ്ങളും നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ, എം വി ഗോവിന്ദൻ്റെ, അതോടൊപ്പം റോബർട്ട് വദ്രയുടെ ഒക്കെ പ്രതികരണങ്ങൾ കണ്ടതാണ്. അവരൊക്കെ ഈ ഭീകരാക്രമണത്തെ ന്യായീകരിക്കുന്നത് അങ്ങേയറ്റം വേദന ഉളവാക്കുന്നു. കാരണം മനുഷ്യരുടെ പേരും മതവും ചോദിച്ച് തരം തിരിച്ച് വെടിയുതിർക്കുമ്പോൾ ഇത് മോദിക്കുള്ള സന്ദേശമാണെന്നും ആർട്ടിക്കിൾ 370 നിർത്തലാക്കിയ വേദനയിലാണെന്നുമൊക്കെ ഇത്തരത്തിലൊരു ജനപ്രതിനിധികൾ ഇങ്ങനെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്തുമാത്രം പാതകമാണ് അവർ ഈ പാവപ്പെട്ട മനുഷ്യരോട് ചെയ്യുന്നത്, മരിച്ചു വീണ പിടഞ്ഞു വീണ മനുഷ്യരോട് ചെയ്യുന്നത്, അവരുടെ കുടുംബാംഗങ്ങളോട് ചെയ്യുന്നത്. എന്തിന് ഈ രാജ്യത്തോട് തന്നെ നൽകുന്ന സന്ദേശം എന്താണ്? വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാർ ഇന്ന് വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഭാരതത്തോടൊപ്പം, പ്രധാനമന്ത്രിയോടൊപ്പം, ഭാരതത്തിലെ ജനങ്ങളോടൊപ്പം ഈ മൃത്യുവിന് ഇരയായ പാവങ്ങളോടൊപ്പം നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. വളരെ വളരെ ജുത്സാവഹമാണ് ഈ പ്രതിപക്ഷ നേതാക്കന്മാരുടെ സമീപനം. പ്രതിപക്ഷ നേതാക്കന്മാർ സമയം കിട്ടുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന, സമയം കിട്ടുമ്പോൾ ഭീകരവാദികളെ വെള്ളപൂശുന്ന, സമയം കിട്ടുമ്പോൾ ഭീകരവാദികളെ, ലോകത്തുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുമ്പോൾ അതിന് കൈയടിക്കുന്ന നന്ദികെട്ട വർഗമായി കേരളത്തിലെ പ്രതിപക്ഷം മാറിയിരിക്കുകയാണ്. റോബർട്ട് വദ്രയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. റോബർട്ട് വദ്രയ്ക്ക് പാകിസ്ഥാൻ്റെ പണം കിട്ടുന്നുണ്ടെന്ന് യാതൊരു സംശയവും ഉണ്ടാവില്ല. പാകിസ്ഥാൻ ഭീകരവാദികളുമായി ബന്ധം പുലർത്തിയാലും തനിക്ക് പണം കിട്ടുമോ എന്ന് മാത്രം നോക്കുന്ന അങ്ങേയറ്റത്തെ രാജ്യദ്രോഹിയാണ് റോബർട്ട് വദ്ര. പക്ഷേ ഇവന്മാരങ്ങനല്ലല്ലോ. വി ഡി സതീശനും എം എ ബേബിയും ഒക്കെ കേരളത്തിൽ കുപ്പായമണിഞ്ഞ് നടക്കുന്നത് ജനങ്ങളുടെ, കേരളത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഒക്കെ പേര് പറഞ്ഞിട്ടല്ലേ. വാസ്തവത്തിൽ ഹമാസിനു വേണ്ടി നെഞ്ചുരുകുന്നവർ, ഹമാസിനു വേണ്ടി പർദ്ദയണിയുന്നവർ, ഹമാസിനു വേണ്ടി തലയിൽ തലക്കെട്ട് വെക്കുന്നവർ, അവരാണ് ഹമാസിനു വേണ്ടി കരയുന്നവർ, ഹമാസിനു വേണ്ടി ശബ്ദമുയർത്തുന്നവർ. ഈ കാശ്മീരിൽ പടഞ്ഞു വീണ ആ പാവങ്ങളുടെ മുമ്പിൽ ഭീകരവാദികൾക്കെതിരെ ഒരു അക്ഷരം പറയാൻ തയ്യാറാവുന്നില്ല എന്നത് കേരളത്തിന് നാണക്കേടാണ്, ഇന്ത്യക്ക് നാണക്കേടാണ്. പാവപ്പെട്ട ജനങ്ങളെ മതം നോക്കി കൊന്നിട്ടും ഇവന്മാർ ഒരക്ഷരം പറയാതെ ഈ ഒരു സമീപനം സ്വീകരിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യയിൽ എവിടെ ഒരു ഭീകരവാദം ഉണ്ടായാലും എല്ലാ കാലഘട്ടത്തിലും ആ ഭീകരവാദത്തിൻ്റെ ഒരു വേര് കേരളത്തിൽ, ഒരു പ്രതി കേരളത്തിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് ഈ കാശ്മീരിൽ നടന്ന, പഹൽഗാമിൽ നടന്ന ഈ കൂട്ടക്കുരുതിയിൽ കേരളത്തിലെ രാമചന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ കൊച്ചിക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ വിക്ടിം, രക്തസാക്ഷിയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇതാ നമ്മുടെ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. മോറോവർ രാജ്യത്തിനു വേണ്ടി പരംവൈഭവനെ തുമേധസ്വരാഷ്ട്രം, എൻ്റെ രാജ്യം ലോകത്തിൽ ഏറ്റവും പവിത്രമാവട്ടെ എന്ന് നെഞ്ചുരുകി എന്നും പ്രാർത്ഥിക്കുന്ന RSS പ്രവർത്തകൻ തന്നെയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇതൊക്കെ ഈ നാട്ടിൽ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങുമ്പോൾ കേരളത്തിലെ വി ഡി സതീശനും എം എ ബേബിയും രാജ്യവിരുദ്ധർക്ക്, ഭീകരവാദികൾക്ക് ഓശാന പാടുന്ന ഒരു തരം മൂന്നാംകട രാഷ്ട്രീയക്കാരായി ഇവർ മാറിയിരിക്കുക. നാം ഒരു കാര്യം മനസ്സിലാക്കണം. കാശ്മീരിലെ ജനങ്ങൾ, കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികൾ, കാശ്മീരിലെ PDP അടക്കമുള്ള സകല ആളുകളും ഇന്ന് തെരുവിലിറങ്ങി തീവ്രവാദത്തിനെതിരെ. കാരണം കാശ്മീരിൽ സമാധാനം തിരിച്ചു വന്നു, കാശ്മീരിലെ ജനങ്ങൾക്ക് വികസനം കണ്ടു. ആർട്ടിക്കിൾ 370 മാറിയപ്പോൾ കാശ്മീരിലെ ജനങ്ങളുടെ മുമ്പിലേക്ക്
ടൂറിസ്റ്റുകൾ വന്നു. കഴിഞ്ഞ വർഷം വന്ന ടൂറിസ്റ്റുകൾ 2 കോടി 2.3 ക്രോറാണ്. 2.5 കോടി ടൂറിസ്റ്റുകളാണ് ലോകം മുഴുവനും ശ്രദ്ധിച്ച കാശ്മീരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ പഹൽഗാമിൽ ഇന്നലെ ഉണ്ടായ ഈ സംഭവത്തിൽ ലോകം മുഴുവനും വേദനിച്ചിരിക്കുമ്പോഴും ഇന്ന് ഡൽഹിയിൽ നിന്ന് കാശ്മീരിലേക്ക് ശ്രീനഗറിലേക്ക് വന്നിരിക്കുന്ന വിമാനം മുഴുവനും ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കൊലക്ക് ഈ കൂട്ടക്കുരുതിക്ക് ഇന്ത്യയെ തോൽപ്പിക്കാനാവില്ല. ഈ കൂട്ടക്കുരുതിക്ക് മോദിയെ തോൽപ്പിക്കാനാവില്ല. ഈ കൂട്ടക്കുരുതിക്ക് പാവപ്പെട്ട ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ കൂട്ടക്കുരുതിക്ക് ഈ നാടിൻ്റെ സമാധാനം കെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ നേതാക്കന്മാർ പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു, ഇവന്മാർ മിണ്ടുന്നുണ്ടോ? ഈ ചെന്നായ്ക്കൾ മിണ്ടുന്നുണ്ടോ? ഉണ്ടോ? അവിടെ നിന്ന് നേരെ ബംഗാളിലേക്ക് എത്തുമ്പോൾ അവിടെയും ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്യുക, മിണ്ടുന്നുണ്ടോ? ബംഗ്ലാദേശിലെ കൂട്ടക്കുരുതിയിൽ ഒരക്ഷരം പറയുന്നില്ല. ബംഗാളിലെ കൂട്ടക്കുരുതിയിൽ മുർഷിദാബാദിലൊക്കെ കൂട്ടക്കുരുതി നടത്തുമ്പം ഇവന്മാർ മിണ്ടുന്നില്ല. ഈ കാബാലികർ മിണ്ടുന്നില്ല. അവർ ഗാസയെക്കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ഗാസയാണ് വലുത്. ബംഗാളിലെ ഹിന്ദുക്കളെ തെരുവിൽ വലിച്ചിട്ട് വഖഫ് ബില്ലിൻ്റെ ഭേദഗതി നിയമത്തിൻ്റെ പേര് പറഞ്ഞ് പാവപ്പെട്ടവരൊന്നും അറിയാത്ത സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊല്ലുമ്പോൾ ഇവന്മാർ മിണ്ടുന്നില്ല. ഇവർക്ക് ഗാസയാണ് വലുത്. ബംഗ്ലാദേശിൽ നിന്ന് ബംഗാൾ ഇപ്പോൾ കാശ്മീരിലേക്ക് വരുമ്പോഴും ഇവർ ആ തക്കം നോക്കി ഭീകരവാദികൾക്ക് വെള്ളയടിക്കാൻ നിൽക്കുകയല്ലേ ഇവർ. 10 വോട്ടിന് വേണ്ടി ഇന്ത്യയെ വിൽക്കുന്ന യൂദാസന്മാരായിട്ട്, ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്ന, പാകിസ്ഥാൻ ഒറ്റിക്കൊടുക്കുന്ന ഭീകരവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന യൂദാസുകളായി MA ബേബിയും VD സതീശനും മാറുകയാണ്. ഇതിന് പകരം ചോദിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ്. ഇതിന് പകരം ചോദിക്കേണ്ടത് ദേശീയതയോടെ രാജ്യത്തെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളാണ്. ഈ നാട്ടിൽ ധാരാളം മുസ്ലിങ്ങൾ രാജ്യസ്നേഹികളായ മുസ്ലിങ്ങളുണ്ട്. ഫായസിൻ്റെ അമ്മയെ നമുക്ക് ഓർമ്മയില്ലേ? ഭീകരവാദത്തിന് വേണ്ടി പോയവൻ്റെ ഭൗതിക ശരീരം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ പാവം സ്ത്രീ. ആ സ്ത്രീക്കുള്ള ഒരു മനുഷ്യത്വമോ ഒരു രാജ്യസ്നേഹമോ ഈ നാണം കെട്ട MA ബേബിക്കും VD സതീശനും ഇല്ലാതെ പോയല്ലോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അത് മാത്രമല്ല, നമുക്കറിയാം തൻ്റെ ഭർത്താവിനെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ ആ ഭാര്യ കേഴുകയാണ്, തന്നെ കൂടി കൊന്നുകളയൂ എന്ന്. അപ്പോൾ അത് വേണ്ട, നീ ജീവിച്ചിരിക്കണം, ഇത് പോയി മോദിയോട് പറയാനെന്ന് ആക്രോശിക്കുന്ന ഒരു ഭീകരൻ. അയാളുടെ കയ്യിൽ തോക്കുണ്ട്. പക്ഷേ അതേ നയം തന്നെയല്ലേ ഇവിടെ അത് ആവർത്തിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാക്കളുടേത്? അവരുടെ കയ്യിൽ തോക്കില്ല എന്നേ ഉള്ളൂ, പക്ഷേ അവരുടെ നാവിൽ നിന്ന് വന്നതും അതേ നയവും നിലപാടും ഭീകരവാദവും തന്നെയല്ലായിരുന്നു. ഇവർ രാഷ്ട്രീയ ഭീകരവാദികളാണ്. VD സതീശനും MA ബേബിയും രാജ്യദ്രോഹികളായ രാഷ്ട്രീയ ഭീകരവാദികളാണ്. ഇവർ ഈ രാജ്യത്തിനെതിരാണ്. ഇവർ നരേന്ദ്രമോദിയെ ഇവർക്ക് വിമർശിക്കാം, പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി വിമർശിക്കാൻ പാടില്ല. വിദേശി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച് പാകിസ്ഥാൻ ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിൽ അക്രമം നടത്തി കാശ്മീരിലെ കൂട്ടക്കുരുതി നടത്തി 10-28 പേരെ കൊന്നൊടുക്കുമ്പോൾ രാജ്യത്തിനോടൊപ്പം നിൽക്കേണ്ടവരാണ്. മറിച്ച് ഭീകരവാദിയുടെ മനസ്സും ഭീകരവാദിയുടെ ശരീരവും ഭീകരവാദിയുടെ ഭാഷയുമായിട്ടാണ് ഇവന്മാർ പോകുന്നത്. VD സതീശനും MA ബേബിയും പോകുന്നത്. ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും പോകുന്നത്. ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരനാണ്. ലോകത്തെ തീവ്രവാദികളുടെ നേതാവിനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചതിനെ കയ്യടിച്ചവനാ. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിന്ന് കണ്ടു, ബലരാമൻ്റെ. ഇതിൻ്റെ പേര് പറഞ്ഞിട്ട് ഇനിയും മതങ്ങൾ തമ്മിൽ തർക്കമുണ്ടാക്കി അതിനകത്ത് നേട്ടമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ്. ലിംഗം നോക്കി പേര് ചോദിച്ച് ഹിന്ദുവാണെന്ന് ഉറപ്പാക്കി വെടിവെച്ചു കൊന്ന ഭീകരൻ്റെ വേറൊരു ശബ്ദമാണ് ഇവന്മാരുടെ എല്ലാം ശബ്ദം. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഗാസയ്ക്ക് വേണ്ടി നിലവിളിച്ച മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കാശ്മീരിലെ ഭീകരവാദികളെ എതിർത്തുകൊണ്ട് എന്തുകൊണ്ട് അവരിന്ന് രംഗത്ത് വന്നിട്ടില്ല? കാശ്മീരിലെ ജനങ്ങൾ വന്നു. കാശ്മീരിലെ മുഴുവൻ ആളുകളും ഇന്ന് തെരുവീതിയിലാണ്. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് 1947 ശേഷം
പാകിസ്ഥാനെതിരെ കാശ്മീരിലെ ഭീകരവാദത്തിനെതിരെ കാശ്മീരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിൽ വന്നത് 370 വകുപ്പ് എടുത്ത് കളഞ്ഞത് 370 വകുപ്പ് ഇനി വേണ്ട എന്ന് കാശ്മീർ ജനങ്ങൾ ഒന്നിച്ചു പ്രഖ്യാപിച്ച ഈ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുന്ന ഒരു സമീപനമാണ് കാശ്മീരിൽ നടക്കുന്നത്. അതേസമയത്ത് ഇവന്മാർ ഈ കേരളത്തിലെ ഈ വി.ഡി. സതീശനും കോൺഗ്രസ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും തരം കിട്ടുമ്പോൾ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദിക്കെതിരെ ഭീകരൻ പറഞ്ഞ വാക്കുകൾ ഇവർ വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ രാഷ്ട്രീയ ഭീകരവാദികളാണ്. വി.ഡി. സതീശനും എം.എ. ബേബിയും രാഷ്ട്രീയ ഭീകരവാദികളാണ്, രാഷ്ട്രീയ രാജ്യദ്രോഹികളാണ്. ഭീകരരുടെ സ്വരമാണ് അവർക്കുള്ളത്, ഭീകരരുടെ മനസ്സാണ് അവർക്കുള്ളത്. ഇവരെ ഈ നാട്ടിലെ ജനങ്ങൾ ഇവർക്കെതിരെയാണ് കല്ലെറിയേണ്ടത്. ഈ നാട്ടിലെ ജനങ്ങൾ കല്ലെറിയേണ്ടത് ഈ ഭീകര രാഷ്ട്രീയ നേതൃത്വം കൊണ്ടു നടക്കുന്ന വി.ഡി. സതീശനും എം.എ. ബേബിക്കുമെതിരെയാണ് വാസ്തവത്തിൽ. കാരണം ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി രാജ്യത്തിന്റെ കൂടെ നിൽക്കേണ്ടവരാണ് ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ.